ഒടുവിൽ പൂജാ ബമ്പർ ഭാഗ്യശാലി കൊല്ലത്തുകാരൻ തന്നെയാണ്. കരുനാഗപ്പള്ളിയിലെ ഒരു ഫാം തൊഴിലാളിയല്ലേ, ഫാം നടത്തുന്ന ദിനേശാണ്. ദിനേശ് 10 ലോട്ടറി എടുത്തതിൽ ഒരു ലോട്ടറിയിൽ നിന്നാണ് ഈ പൂജാ ബമ്പറിൽ നിന്നുള്ള 12 കോടി ലഭിച്ചിരിക്കുന്നത്. ദിനേശേ, നേരത്തെ ഇങ്ങനെ എടുക്കുന്ന ശീലം ഉണ്ടായിരുന്നു? ബമ്പർ സ്ഥിരമായിട്ട് എടുക്കുമായിരുന്നു. ചെറിയ ചെറിയ പ്രൈസുകൾ അടിക്കുന്നുണ്ടായിരുന്നു. അതിലും ഒന്ന് മാറി ഇവിടെ നിന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വന്നെടുത്തതാണ് ഇവിടുന്ന്. ഇന്നലെ കേരളം മുഴുവൻ ദിനേശിനെ തിരയുകയായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ദിനേശിനെ അറിയാമായിരുന്നു ദിനേശിനാണ് ഈ ലോട്ടറി അടിച്ചതെന്നുള്ള കാര്യം അറിയാമായിരുന്നു? എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ലോട്ടറി ഞാൻ എടുത്ത സമയത്ത്. എന്ന് വെച്ചാൽ ഞാനിതിപ്പോൾ 10-30 ദിവസത്തിന് മുമ്പ് വന്ന് ഇവിടെ എടുത്തതാണ്. എന്ന് വെച്ചാൽ ലോട്ടറി വിറ്റ് ഒരാഴ്ചയിൽ തന്നെ 30ലേക്ക് നമ്പർ കയറിയായിരുന്നു. ആ സമയത്ത് വന്ന് എടുത്തതാണ്. പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ ഇത്ര ലോങ്ങിൽ നിന്ന് ഈ ലോട്ടറി എടുക്കാൻ വേണ്ടി അവിടെ വന്നത് കരുനാഗപ്പള്ളിയിൽ നിന്ന്. എപ്പോഴാണ് അറിഞ്ഞത് ദിനേശിൻ്റെ ലോട്ടറി അറിഞ്ഞത്? ഇന്നലെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ മൊബൈലിൽ ഇങ്ങനെ പ്രൈസ് കിടക്കുന്ന കണ്ടു. ഈ കുടുംബത്തോട് എപ്പോൾ പറഞ്ഞു? ഈ കുടുംബത്തോടെ ഇന്നലെ എനിക്കൊരു കല്യാണം, നമ്മുടെ സുഹൃത്തിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് പങ്കെടുക്കേണ്ടതുകൊണ്ട് രാവിലെയാണ് പറഞ്ഞത്. ഇന്ന് രാവിലെയാണ്. വൈഫിനോടൊന്നും പറഞ്ഞിട്ടേ ഇല്ല? എന്നോട് പറഞ്ഞില്ല, രാവിലെയായിരുന്നു. സങ്കടം തോന്നിയോ ഇന്നലെ മുതൽ ഈ കാര്യം? സങ്കടമൊന്നും തോന്നിയില്ല. പുള്ളിക്കാരൻ ഭയങ്കര ടെൻഷനും ഒക്കെ ആയിരുന്നു. മുഖത്തൊക്കെ എന്തൊക്കെയോ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. സസ്പെൻസ് രാവിലെ തരാമെന്ന്. സസ്പെൻസ് രാവിലെ തരാമെന്ന് പറഞ്ഞു. മക്കളൊന്ന് സ്കൂളിൽ വിടാതെ ഇന്ന് രാവിലെ ഇന്ന് സ്കൂളിൽ പോകണ്ട, നമുക്ക് കല്യാണത്തിന് വന്നു പറഞ്ഞു. സാധാരണ കല്യാണത്തിന് എന്തായിരുന്നു ദിനേശേട്ടൻ പറഞ്ഞതെന്താ? പറഞ്ഞത് ഇതുപോലെ ഇതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് വന്നു ലോട്ടറിയുടെ. ഇത് കാണിച്ചിട്ട് പറഞ്ഞു, ഡി ഇത് കണ്ടോന്ന് ചോദിച്ചു. എനിക്ക് അടിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല, ഏട്ടനും അടിച്ചായിരിക്കത്തില്ലെന്ന്. ഞാൻ പോലെയാണോ? ഞാൻ പറഞ്ഞു ഏട്ടനൊന്നും അല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ഒറിജിനൽ കാണിച്ചാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ പറഞ്ഞു. അന്നേരം പറഞ്ഞു നീ ഒറിജിനൽ കാണിച്ചാലേ വിശ്വസിക്കത്തുള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെ പിന്നെ മൊബൈലിനകത്ത് തന്നെ സ്കാൻ ചെയ്ത് കാണിച്ചു. അന്നേരം എനിക്കെന്തോ ഒരു ഇതുപോലെ തോന്നി. പിന്നെ ലോട്ടറിയും കാണിച്ചപ്പോൾ വിശ്വാസമായി. അടിച്ചു മോനെ. അച്ഛാ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സന്തോഷമായിരിക്കുന്നു. സന്തോഷം. അച്ഛൻ എപ്പോഴാണ് അറിഞ്ഞു? എൻ്റെ അടുത്ത് പറഞ്ഞത് മോള് 10 മണിക്കാണ് ഇന്ന് രാവിലെ. അപ്പൊ തന്നെ അച്ഛൻ വന്നു. നിനക്ക് എന്താ വേണ്ടത്? അച്ഛൻ ലോട്ടറി അടിച്ചിട്ട് ഇനി എന്താ വേണ്ടത്? പറയ, അച്ഛനോട് എന്താ ആഗ്രഹം പറഞ്ഞത്? പറയേ. ജീവനുള്ള കുതിരയാണോ? ജീവനുള്ള കുതിര അല്ലേ? കുതിര പഠിക്കാൻ പോകുന്നുണ്ട്. കുതിരയെ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം അച്ഛനോട് ആദ്യം പറഞ്ഞത് അവനൊരു കുതിര വേണം. ഇയാളെന്താ പറയാ അച്ഛനോട്? എന്താ ആഗ്രഹം പറഞ്ഞത്? പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് ഒരു അപ്പോൾ ചേട്ടാ, നമ്മൾ ഇന്നലെ മുതൽ കാത്തിരിക്കുകയായിരുന്നു ഭാഗ്യശാലിയെ. ഒടുവിൽ നമ്മുടെ കൊല്ലം ജില്ലക്കാരൻ തന്നെ ആയി. ഇദ്ദേഹം മുമ്പും നിങ്ങളുടെ സ്ഥലത്ത് നിന്നൊക്കെ ലോട്ടറി എടുത്തിരുന്നു. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടത് ഇന്നലെ വൈകുന്നേരമാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് കണക്ക് എനിക്കാണ് പ്രൈസ് വിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് പക്ഷേ പുറത്തോട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. എൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങളുടെ കല്യാണമാണ്. ആ കല്യാണത്തിൻ്റെ കാർമ്മികത്വം ഞാനാണ് ചെയ്യുന്നത്. അപ്പം അതുമാത്രമല്ല, ഞാൻ ആ പഞ്ചായത്തിൽ ഒരു ഇതേ കണക്കുള്ള സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഒട്ടും മാറാൻ പറ്റത്തില്ല. അഥവാ എനിക്ക് പ്രൈസ് അടിച്ചത് ലോകം അറിഞ്ഞാൽ ഈ കല്യാണത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് എപ്പോഴും ഫോക്കസ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഇത് ആരുടെ പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം തൊട്ട് അദ്ദേഹം അനുഭവിക്കുന്ന കണക്ക് തന്നെ ഞങ്ങളും ഒരു മാനസിക ഇതാണ്. കാരണം ഇത് പുറത്ത് പറയാൻ പറ്റുന്നില്ല, മനസ്സിലായി. അപ്പം ഇന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം കൂടുതൽ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആളാണ്. നന്മയുള്ള ഒരു ഹൃദയമാണ്, ഗ്രാമീണനാണ്, ആളുകളെ സഹായിക്കുന്ന ഒരാളാണ്. അപ്പം നന്മയുള്ള ഹൃദയത്തിന് ദൈവം കൊടുത്ത നന്മയുള്ള സന്മാനം അല്ലേ? തീർച്ചയായും അത് ഈ ഒരു മധുരത്തിന് ഇരട്ടി മധുരമാണെന്ന് പറയാം. അർഹതപ്പെട്ട കയ്യിൽ പ്രത്യേകിച്ചും ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇദ്ദേഹം ഒരു ഉമ്മ കൊടുക്കാൻ പറ. നിങ്ങളെ ഒരു സമ്മാനം ലഭിച്ച പരസ്യമായിട്ട് ഈ ലോട്ടറി ഏജന്റിന്റെ ആഗ്രഹമാണ് പരസ്യമായി ചേച്ചി ചേട്ടൻ ചുംബിക്കണം. എന്നാ പിന്നെ നടക്കട്ടെ. അതെ, അങ്ങനെ അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെയാണ് ഈ സമ്മാനം എത്തിയതെന്നാണ് ഈ ലോട്ടറി ഏജന്റ്. അദ്ദേഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ തുക വിനിയോഗിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.